കഥയും തിരക്കഥയും സത്യവും ഒരു വിചിന്തനം. ഏറ്റവും പുതിയ കഥ. ഈ കഥ തുടങ്ങുന്നതിന് മുമ്പ് ഈ കഥയുടെ ഏറ്റവും അവസാന വിലയിരുത്തൽ, അതിനുള്ള അവസരം നിർമ്മാതാവിന് തന്നെ നൽകുന്നതല്ലേ ശരി? നിർമ്മാതാവിനോട് അദ്ദേഹം ചോദിച്ചു, എന്താണ് ഈ കഥയുടെയും തിരക്കഥയുടെയും സത്യത്തിൻ്റെയും പിന്നിലെ യഥാർത്ഥ സത്യം? നിർമ്മാതാവ് മറുപടി പറയുന്നു, സത്യത്തിൻ്റെ പിന്നിലെ യഥാർത്ഥ സത്യം എന്ന ചോദ്യത്തിൽ തന്നെ ഒരു യുക്തിരാഹിത്യമുണ്ടല്ലോ എന്ന് ഞാൻ ചിന്തിച്ചു പോകുന്നു. ഇവിടെ യുക്തിയെയും യുക്തിരാഹിത്യത്തെയും കുറിച്ച് ഉത്തരമെഴുതുവാനോ ചോദ്യങ്ങൾ ചോദിക്കുവാനോ വിചിന്തനങ്ങൾ നടത്തുവാനോ അല്ല ഞാൻ ഈ ചോദ്യം ഉന്നയിച്ചത്. നിർമ്മാതാവ് ഉത്തരം പറയേണ്ടത് ഇത്ര മാത്രമാണ്: യഥാർത്ഥ സത്യവും എന്ന പ്രയോഗത്തിൻ്റെ യുക്തിരാഹിത്യവും യുക്തിഭദ്രതയും ഒന്നുമല്ല ഇവിടെ ചർച്ചാ വിഷയം. അധികം ദീർഘിപ്പിക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് നിർമ്മാതാവ് കാര്യത്തിലേക്ക് കടന്നു. നിർമ്മാതാവ് പറഞ്ഞു തുടങ്ങുകയാണ്, എനിക്ക് ഒരു നിർദ്ദേശം മാത്രമേ അന്ന് കൊടുക്കാനുണ്ടായിരുന്നുള്ളൂ. കഥ ഗംഭീരമാകണം. ആസ്വാദകരും ശ്രോതാക്കളും കാണികളുമൊക്കെയും എവിടെ ഏത് വീക്ഷണ കോണത്തിലൂടെ നോക്കിയാലും സത്യത്തിൻ്റെ കാര്യത്തിൽ യാതൊരുവിധ സംശയവും തോന്നാത്ത വിധമായിരിക്കണം കഥയും തിരക്കഥയും അവതരണവും എല്ലാം. ഇപ്പോൾ എല്ലാം കഴിഞ്ഞ് ഒരു വിലയിരുത്തലുമായി മുൻപിൽ നിൽക്കുമ്പോൾ നിർമ്മാതാവ് എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത് ഇതാണ്: കഥയും തിരക്കഥയും സംഭവ പരമ്പരകളുമൊക്കെയും ആടുമ്പോഴും എനിക്ക് എൻ്റെ നോട്ടം എൻ്റെ മേശപ്പുറത്തെ കളക്ഷൻ ബോക്സിലായിരുന്നു. കളക്ഷൻ ബോക്സ് അനുനിമിഷം നിറഞ്ഞു കവിഞ്ഞുകൊണ്ടേയിരുന്നു. കഥയുടെ കാര്യവും സത്യത്തിൻ്റെ യഥാർത്ഥ സത്യത്തിൻ്റെ തന്നെ അംശമുണ്ടോ എന്നൊന്നും കാണികളോ പ്രേക്ഷകരോ ശ്രോതാക്കളോ ആരും തന്നെ സംശയിച്ചില്ല. അവിടെയാണ് നിർമ്മാതാവിൻ്റെ സന്തോഷത്തിനും സന്തുഷ്ടിക്കും കാരണം. ഇത്ര കൃത്യമായി കഥ അവതരിപ്പിക്കുവാൻ, ഇത്ര കൃത്യമായി തിരക്കഥ രചിക്കുവാൻ, ഇത്ര കൃത്യമായി കൃത്യതയോടെ പ്രക്ഷേപണം നടത്തുവാൻ, ഏറ്റവും ഹൃദ്യമായും കൃത്യമായും അങ്ങേയറ്റം ഗൗരവത്തോടെയും ഓരോ സന്ദർഭങ്ങളെയും യഥോചിതം ഉപയോഗിക്കാൻ ആര് എന്ന് ചോദിച്ചാൽ എല്ലാവരും എത്ര ശ്രദ്ധയോടെയാണ് മുന്നോട്ട് വന്നത്. ഇന്ന് നിർമ്മാതാവ് വിലയിരുത്തൽ പത്രവുമായി മുൻപിലിരിക്കുമ്പോൾ വിയർത്തു പോവുകയാണ്. സത്യമാണ്. കാരണം സത്യമെന്ത് മിഥ്യയെന്ത് എന്ന് തിരിച്ചറിയാത്ത വിധം ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച കലാകാരന്മാരൊക്കെയും തങ്ങളുടെ റോള് ഏറ്റവും നന്നായി അവതരിപ്പിച്ചു. എന്തു പറയാൻ, ഇപ്പോൾ യഥാർത്ഥ സത്യം ഏത് എന്ന് തിരിച്ചറിയാത്ത വിധം അസത്യവും സത്യവും തമ്മിൽ ഒന്നു ചേർന്ന് പുതിയൊരു സത്യം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. ആ സത്യം മറ്റൊന്നുമല്ല, ഇതെല്ലാം കലയായിരുന്നു. ഇതിലെ അംഗങ്ങളെല്ലാം കലാകാരന്മാരായിരുന്നു. അവരൊക്കെയും അവരുടെ ദൗത്യം കൃത്യമായി നിർവഹിച്ചു. നിങ്ങൾ ചെയ്യേണ്ടത് ഒന്ന് മാത്രം: വിലയിരുത്തൽ പത്രവുമായി മുന്നോട്ട് വരികയല്ല നിങ്ങൾ ചെയ്യേണ്ടത്. മറിച്ച് നിങ്ങൾ ഈ കഥയിലെ കഥാകാരന്മാർ ആയി മുന്നോട്ട് വരിക. മറ്റൊന്നും നിങ്ങൾ ചെയ്യേണ്ടതില്ല. കഥയിലെ സത്യമോ അസത്യമോ അല്ല ഇവിടെ ചർച്ചയാകേണ്ടത്. കഥ എങ്ങനെ വിജയിച്ചു? നിർമ്മാതാവിൻ്റെ സംതൃപ്തി 100%.
ഇതിൽ കവിഞ്ഞ് ഞാൻ ഇനി എന്ത് വിലയിരുത്തൽ നൽകുവാൻ? നിർമ്മാതാവ് എന്ന നിലയിൽ എല്ലാവർക്കും നന്ദി, നമസ്കാരം.